ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ വാജി കറി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി 3 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ എടുത്തെന്ന് വെച്ചാൽ വലിയ ക്യാരറ്റാണ്, അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ പകുതി ഉള്ളിയാണ്, പകുതി ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ 2 ചെറിയ തക്കാളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ചെറിയ പീസ് ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളി ചതുക്കിയതും അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. ഒരു 5 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി നമുക്ക് ഉടച്ചു കൊടുക്കണം. സ്പൂൺ കൊണ്ട് നല്ലോണം ഒടിച്ചെടുക്കണം. എന്നിട്ട് ഒരു ക്രീമി രൂപത്തിൽ, കുറച്ചൊക്കെ ഉരുളക്കിഴങ്ങും ആ രൂപത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് മിൽമൻ്റെ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മിൽമൻ്റെ പാൽ വേണ്ടാത്തവർക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് പാലെങ്കിലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടാകും. 1/2 ഗ്ലാസ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം, ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഇറക്കി വെക്കാം. പിന്നെ ഇതുപോലെ ചെറിയൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ ഞാൻ നല്ലോണം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം അടിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ റെഡിയാക്കി വെച്ച വാജിക്കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ വാജിക്കറിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.